അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് തുടങ്ങി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, IT, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലെ എല്ലാം അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം നടക്കാൻ പോകുന്ന ഷെഡ്യൂൾ PSC പുറത്തുവിട്ടിട്ടുണ്ട്. ഈ എക്സാം കൂടാതെ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ലെവലിലെ കഴിഞ്ഞ വർഷം നോട്ടിഫൈ ചെയ്ത എല്ലാ പരീക്ഷകളുടെയും നടക്കാൻ പോകുന്ന ഏകദേശ കാലയളവാണ് PSCയുടെ സൈറ്റിൽ വന്നിരിക്കുന്നത്. ടെൻറ്റേറ്റീവ് എക്സാമിനേഷൻ ഷെഡ്യൂൾ ഓഫ് പോസ്റ്റ് നോട്ടിഫൈഡ് അപ് ടു 31/12/2022 എന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും. അതിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, EEE, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ എല്ലാ ഡിസിപ്ലിനുകളുടെയും വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ എക്സാമും ഉൾപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ചില ഡിസിപ്ലിനിലെ ട്രേഡ്സ്മാൻ എക്സാമുകളും ചില ഡിസിപ്ലിനുകളുടെ ലെക്ചറർ എക്സാമുകളും എല്ലാം ഈ ഷെഡ്യൂളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നോട്ടിഫൈ ചെയ്ത എല്ലാ പോസ്റ്റുകളുടെയും പരീക്ഷ ഈ വർഷം തന്നെ നടത്തി തീർക്കാനാണ് PSCയുടെ തീരുമാനം. ഇതാദ്യമായിട്ടാണ് PSC ഇതുപോലെ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നത്. തികച്ചും ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എക്സാം ഏകദേശം എപ്പോൾ വരും എന്നറിയാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി പഠനം നടത്താൻ പറ്റും. ഈ ഷെഡ്യൂൾ പ്രകാരം തന്നെ പരീക്ഷ കൂടെ നടത്താൻ പറ്റിയ തീർച്ചയായിട്ടും PSCയുടെ ഒരു നേട്ടം തന്നെയാണത്. പലപ്പോഴും എഞ്ചിനീയറിംഗ് സ്ട്രീമിലുള്ള ടെക്നിക്കൽ എക്സാമുകൾ അനിശ്ചിതമായി നീണ്ടുപോകാനാണ് പതിവ്. ഇത് ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ പുതിയ തുടക്കത്തിന് PSCക്ക് എല്ലാവിധ ആശംസകളും. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾ ഒന്ന് നോക്കാം. അതിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് നടക്കാൻ പോകുന്നത് ജൂൺ-ഓഗസ്റ്റ് ഷെഡ്യൂളിലാണ്. ജൂൺ-ആഗസ്റ്റ് ഷെഡ്യൂളിൽ 86ാമത്തെ പരീക്ഷയായിട്ടാണ് AP കൊടുത്തിരിക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കൂടാതെ തന്നെ ആർക്കിടെക്ചർ, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, ഇൻഫർമേഷൻ ടെക്നോളജി, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഈ ബ്രാഞ്ചുകളിലേക്കൊക്കെയുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമും ഈ ജൂൺ-ഓഗസ്റ്റ് കാലയളവിൽ തന്നെ നടത്താൻ വേണ്ടിയിട്ടാണ് PSC പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ ജൂൺ-ഓഗസ്റ്റ് ഷെഡ്യൂളിൽ തന്നെയാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഡെമോൺസ്ട്രേറ്റർ എക്സാമുകൾ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻ, സിവിൽ എഞ്ചിനീയറിംഗ് എല്ലാ ബ്രാഞ്ചുകളിലേക്കുള്ള ഡെമോൺസ്ട്രേറ്റർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ എക്സാമുകളും ജൂൺ-ഓഗസ്റ്റ് ഷെഡ്യൂളിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. അടുത്ത എക്സാമുകൾ എന്ന് പറയുന്നത് ലെക്ചറർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ എക്സാമാണ്. അത് ജൂലൈ-സെപ്റ്റംബർ ഷെഡ്യൂളിലാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ജൂലൈ-സെപ്റ്റംബർ ഷെഡ്യൂളിൽ തന്നെയാണ് ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വരുന്നത്, അതായത് പോളിടെക്നിക്കിലേക്കുള്ള ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എക്സാം. അതേപോലെ തന്നെ ഇതേ ഷെഡ്യൂളിൽ തന്നെ ലെക്ചർ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. അതേപോലെ ലെക്ചർ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. ലെക്ചർ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത പോസ്റ്റുകൾ നിങ്ങൾ ഏത് സ്ട്രീമിലാണോ ആ എക്സാമുകൾ വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ PDF ഡൗൺലോഡ് ചെയ്തിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാ പോസ്റ്റുകളും കാണാൻ പറ്റും. ഈ വർഷം നടക്കാൻ പോകുന്ന എല്ലാ പരീക്ഷകളുടെയും ടെൻറ്റേറ്റീവ് ഷെഡ്യൂളാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ ഒക്ടോബർ, ഡിസംബർ വരെയുള്ള ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള എക്സാമുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ടെക്നിക്കൽ എക്സാമുകളൊക്കെ 4 മുതൽ 5-6 മാസത്തിനുള്ളിലാണ് പരീക്ഷകൾ നടക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പഠനം തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഇലക്ട്രോണിക് സ്ട്രീമിലുള്ള ടെക്നിക്കൽ എക്സാംസ് ലൈക്ക് AP, ലെക്ചറർ, ഡെമോൺസ്ട്രേറ്റർ കൂടാതെ എല്ലാ ബ്രാഞ്ചുകളിലുമുള്ള AP ലെക്ചറർ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ മാത്തമാറ്റിക്സ് ക്ലാസ്സുകൾ ഇതൊക്കെ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഡെമോൺസ്ട്രേറ്റർ ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ എക്സാമിന് വേണ്ടിയിട്ടുള്ള പുതിയ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.